ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഈ ചാത്തൻസ് ഡേ വ്ളോഗ് നല്ല നല്ല പ്രവൃത്തി ചെയ്യുന്ന എല്ലാവർക്കും ഒരു അനുമോദനം അല്ലെങ്കിൽ അഭിനന്ദനം പറയുന്ന പരിപാടിയുണ്ട്. അപ്പൊ തൃശ്ശൂർ ACP അങ്കീത് അശോകന് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോ ആൾക്കാർ കേൾക്കുന്ന കാണുന്ന നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തോ പൊട്ടനാണ്. പുള്ളിക്കാരന് ഞാനിങ്ങനെ ഒരു സല്യൂട്ട് ചെയ്യാനുണ്ടായ കാരണം, തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുവാണ്. പ്രവചനമായിട്ടോ പ്രഖ്യാപനമായിട്ടോ ഏതായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. അതിന്റെ യഥാർത്ഥ കാരണക്കാരൻ ACP അങ്കിത് അശോകാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ കഷ്ടപ്പാടുകളിൽ നിന്നും വല്ലചാതിയൊക്കെ ബുദ്ധിമുട്ടി അവര് ഈ ഇലക്ഷനെ നേരിട്ട് വളരെ നല്ലൊരു മുഖത്തോടു കൂടി നിന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണികളെ ഒതുക്കി നിർത്തിയില്ലെങ്കിൽ CPM-ന്റെ തളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്കിത് അശോക് വിചാരിച്ചത് കൊണ്ട്, തൃശൂർ പൂരം കലക്കിയത് കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചിരിക്കുകയാണ്. റിസൾട്ട് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇലക്ഷൻ നടന്ന് കഴിഞ്ഞു. ഇലക്ഷൻ വോട്ട് എണ്ണി കഴിയുമ്പം സുരേഷ് ഗോപി ജയിക്കുക. അതിന്റെ പൂർണ്ണ ഉത്തരവാദി ACP അങ്കിത് അശോകാണ്. അദ്ദേഹം എന്തായാലും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇത്രയും ചെയ്തതാണ്. കാഴ്ചക്കാരെ ഭീതിയിലാക്കി, ആനകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതിരുന്നു, ബാരിക്കേഡ് ഉപയോഗിച്ചു, ലാത്തി ചാർജ് നടത്തി. ഇതെല്ലാം പുള്ളിക്കാരന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ CPM അംഗങ്ങൾക്കോ ഇതിനകത്തൊന്നും യാതൊരു പങ്കും കാണത്തില്ല. കാരണം അത് പൂരത്തിന്റെ തലേ ദിവസത്തെയും പൂരത്തിന്റെ അന്നത്തേക്ക് ദേശാഭിമാനി പത്രത്തിനകത്ത് അങ്കിത് അശോകിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പുള്ളിക്കാരൻ ഭയങ്കര അതാണ്, ഇതാണ്, മറ്റേ ആളാണ്, മറിച്ചാളാണ്, പുള്ളിയുടെ നിയന്ത്രണത്തിൽ തൃശ്ശൂർ പൂരം വളരെ ഗംഭീരമായിട്ട് നടക്കും എന്നൊക്കെ ദേശാഭിമാനി വാർത്ത എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വാർത്ത വായിച്ച ആളുവാ ഞാൻ. അങ്കിത് അശോക് തന്നെ അതെല്ലാം കൂടെ കലക്കി ശരിയാക്കി സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കിയിരിക്കുക. അപ്പൊ ഈ CPM-ന്റെ അവസ്ഥ വളരെ ദയനീയമായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാ. പോരാത്തതിന് ലാം ലല്ല വിഗ്രഹം കണ്ടു, മറ്റേത് കണ്ടു, മറിച്ചത് കണ്ടു. ഹിന്ദുക്കൾ നടത്തുന്ന ഒരു പരിപാടിക്ക് ഹിന്ദുവിന്റെ ദൈവങ്ങളെയാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പൊ ഹിന്ദുക്കളെ വരാവൂന്നോ, മുസ്ലിങ്ങൾ വരരുതെന്നോ, ക്രിസ്ത്യാനി വരരുതെന്നോ പറയുന്നില്ല. തൃശ്ശൂർ പൂരം സർവ്വ മതസ്ഥരും വരുന്നതാ. അപ്പൊ അവിടെ പോലീസ് യഥാർത്ഥത്തിൽ അതിക്രമം കാണിക്കുമായിരുന്നു. പോലീസുകാർ ബാരിക്കേഡ് വെച്ച് തടയാനെ കൊണ്ട് പാർട്ടി പരിപാടിയൊന്നും അല്ല അവിടെ നടന്നത്. മുഖ്യമന്ത്രി വരുന്നതോ അല്ലെ പ്രധാനമന്ത്രി വരുന്ന ഒരു സ്ഥലവരോസ ചടങ്ങോ ഒന്നും അല്ല. അവരുടെ ഈ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്ന് പറയാനെ കൊണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു അമ്പലത്തില് പരിപാടി നടക്കുന്നിടത്ത് ഒരിക്കലും പോലീസുകാർ അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. ഷൂ പോലും ഊരി വെക്കാതെ പോലീസുകാരൻ ക്ഷേത്രത്തിനകത്ത് കടന്നെന്ന് പറയുമ്പം ഇവനൊക്കെ ഈശ്വരനെ വിശ്വസിക്കുന്നു. റിട്ടയർമെന്റ് ആകുമ്പോ ഇവനൊക്കെ എന്തോ അവസ്ഥയായിരിക്കും, പട്ടിക്ക് സമമായിരിക്കും. നാട്ടുകാർ കാലെ തൂത്തുവാരിയിട്ട് അവനെയൊക്കെ അടിക്കും. അതാ വരാൻ പോകുന്നത്. ആൾക്കാർ ജനം ഇതൊന്നും മറക്കത്തില്ല. ശബരിമല പരിപാടികൾ നടന്നൊന്നും മനുഷ്യരാരും മറന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇത് ഒന്നോ രണ്ടോ വീഡിയോയിൽ ഇതേ കണക്കൊക്കെ പറഞ്ഞായിരുന്നു. എന്റെ പൊട്ടത്തരവോ ഊളത്തരവോ ഒക്കെ ആയിരിക്കും. പക്ഷെ CPM എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനം നശിച്ചടിയുന്നത് കാണുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അണികളുടെ കയ്യാങ്കളി ഒന്ന്, രണ്ടാമത് പോലീസിനെ വെച്ച് ഈ വോട്ടർമാരെ അടിച്ചു കൊല്ലുന്ന ഒരു പരിപാടികൾ ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സർവ്വ പരിപാടിയെ അലങ്കോലപ്പെടുത്തുക. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥികൾ ജയിക്കും. ഡീസന്റ് ആയിട്ട് അവർ വിജയം ഉറപ്പിക്കും. അവരുടെ വിജയമാണ് ഇപ്പൊ CPM-ന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാ തൃശ്ശൂർ പൂരം കലക്കിയത്. ഉറപ്പാ കാര്യം. ബി ജെ പിക്ക് താമര വിരിയിക്കുക എന്നുള്ള ലക്ഷ്യം. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചിരിക്കുകയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ.